മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്ക് ബിസിനസ് റെഗുലേഷൻ്റെ അടുത്ത ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. അപ്പോൾ നമ്മൾ ബിസിനസ് റെഗുലേഷനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത് മിസ്റ്റേക്ക് എന്നുള്ള ടോപ്പിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ട് തരത്തിലുള്ള മിസ്റ്റേക്കിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മിസ്റ്റേക്ക് അണ്ടർ ഏതൊക്കെയാണ് പറഞ്ഞിട്ട് ഓഫ് ലോയും മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, അങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ മിസ്റ്റേക്കുകളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ മിസ്റ്റേക്ക് ഓഫ് ലോയിൽ വരുന്നതാണ് മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോയും മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ, അങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേ. ഇനി നെക്സ്റ്റ് വൺ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ആണ്. ആ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ബൈലാട്രൽ മിസ്റ്റേക്ക് എന്നും യൂണിലാട്രൽ മിസ്റ്റേക്ക്, അങ്ങനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ രണ്ട് പാർട്ടീസിനും മിസ്റ്റേക്ക് സംഭവിക്കുകയാണെങ്കിൽ അതിനെ ബൈലാട്രൽ മിസ്റ്റേക്ക് എന്നും, ഒരു പാർട്ടിക്കാണ് മിസ്റ്റേക്ക് സംഭവിക്കുന്നതെങ്കിൽ അതിനെ യൂണിലാട്രൽ മിസ്റ്റേക്ക് എന്നും പറയും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ ബൈലാട്രൽ മിസ്റ്റേക്ക് നമ്മൾ ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമുക്കിനി എടുക്കാനുള്ളത് യൂണിലാട്രൽ മിസ്റ്റേക്കാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് മെൻ ബൈ യൂണിലാട്രൽ മിസ്റ്റേക്ക്? ദിസ് ഈസ് എ സിറ്റുവേഷൻ വേർ ഓൺലി വൺ പാർട്ടി ഈസ് അണ്ടർ എ മിസ്റ്റേക്ക്. ഒരു പാർട്ടി മാത്രമാണ് വരുന്നുള്ളൂവെങ്കിൽ അതിനെയാണ് നമ്മൾ പറഞ്ഞു ബൈലാട്രൽ എന്ന് പറഞ്ഞാൽ ടു പാർട്ടീസ് വരുന്നതിനെ ബൈലാട്രൽ മിസ്റ്റേക്ക് എന്നും, ഓൺലി വൺ പാർട്ടി ഒരു പാർട്ടി മാത്രമാണ് വരുന്നുള്ളൂവെങ്കിൽ അതിനെ യൂണിലാട്രൽ മിസ്റ്റേക്ക് എന്നുമാണ് പറയുന്നത്. ഇറ്റ് വിൽ നോട്ട് ഇൻവാലിഡേറ്റ് ദി എഗ്രിമെൻറ്റ്. സെക്ഷൻ 22 ഓഫ് ദി കോൺട്രാക്ട് ആക്ട് പ്രൊവിഷൻ ദാറ്റ് എ കോൺട്രാക്ട് ഈസ് നോട്ട് voidable merely because it was caused by one of the parties to its being under a mistake regarding a matter of fact. അപ്പോൾ എന്താ പറയുക, എ കോൺട്രാക്ട് ഈസ് നോട്ട് വോയിഡബിൾ, കാരണം ഒരു പാർട്ടിക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റുന്ന മിസ്റ്റേക്കാണ് ഏത് യൂണിലാട്രൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് വോയിഡബിൾ, ഇത് വോയിഡബിൾ അല്ല. എ കോൺട്രാക്ട് ഈസ് നോട്ട് വോയിഡബിൾ മിയർലി ബിക്കോസ് ഇറ്റ് വാസ് കോസ്ഡ് ബൈ വൺ ഓഫ് ദി പാർട്ടീസ്, ഏതെങ്കിലും ഒരു പാർട്ടി, ബിക്കോസ് ഇറ്റ് വാസ് കോസ്ഡ് ബൈ വൺ ഓഫ് ദി പാർട്ടീസ് ടു ഈസ് ബീയിങ് അണ്ടർ എ മിസ്റ്റേക്ക് റിഗാർഡിങ് എ മാറ്റർ ഓഫ് ഫാക്ട്. പിന്നെ വെൻ ദി കോൺട്രാക്ട് ഈസ് ക്ലിയർ മിസ്റ്റേക്ക് ഈസ് വൺ ഓഫ് ദി പാർട്ടീസ് കനോട്ട് അഫക്റ്റഡ് ഇറ്റ്. പിന്നെ നോക്കാം, ഇഫ് എ മാൻ ഡ്യൂ ടു ഹിസ് ഓൺ നെഗ്ലിജൻസ് ഓർ ലാക്ക് ഓഫ് റീസണബിൾ കെയർ, അപ്പോൾ അവരവരുടെ സ്വന്തമായ അറിവില്ലായ്മ, അതുമാതിരി റീസണബിൾ കെയർ മിതമായ നല്ല രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കായ്മ കൊണ്ടും ഡസ് നോട്ട് അസേർട്ടൈൻ വാട്ട് ഈസ് ദ കോൺട്രാക്റ്റിംഗ് എബൌട്ട് മസ്റ്റ് ടേക്ക് ദ കോൺസിക്വൻസ് അല്ലേ. അപ്പോൾ അതാണ്, അങ്ങനെ ഒരു പാർട്ടിക്ക് മാത്രം ഒരു പാർട്ടിയുടെ നെഗ്ലിജൻസ് കൊണ്ടോ ഡസ് നോട്ട് ഗീവ് റീസണബിൾ കെയർ കൊടുക്കാത്തത് കൊണ്ടോ ഉണ്ടാവുന്ന മിസ്റ്റേക്കാണ് നമ്മൾ എന്ത് പറയുന്നത് യൂണിലാട്രൽ മിസ്റ്റേക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇഫ് എ മാൻ ഡ്യൂ ടു ഹിസ് ഓൺ നെഗ്ലിജൻസ് ഓർ ലാക്ക് ഓഫ് റീസണബിൾ കെയർ കൊടുക്കുന്നില്ല അല്ലേ, ലാക്ക് ഓഫ് റീസണബിൾ ആയ കെയർ കൊടുക്കുന്നില്ല, ഡസ് നോട്ട് അസേർട്ടൈൻ വാട്ട് ഹീ ഈസ് കോൺട്രാക്റ്റിംഗ് എബൌട്ട് ദ മസ്റ്റ് ടേക്ക് ദ കോൺസിക്വൻസ്, അതുകൊണ്ടുണ്ടാവുന്ന കോൺസിക്വൻസ് എന്തൊക്കെയാണ് എന്ന് അയാൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ ഒരു പാർട്ടിയുടെ കാര്യം കൊണ്ട് മാത്രം ഉണ്ടാവുന്ന തെറ്റിനെയാണ് നമ്മൾ യൂണിലാട്രൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 22 ഓഫ് ദി കോൺട്രാക്ട് ആക്ട് പ്രകാരമാണ് യൂണിലാട്രൽ മിസ്റ്റേക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സെക്ഷൻ 22 ഓഫ് ദി കോൺട്രാക്ട് ആക്ട് പ്രൊവൈഡ്സ് ദാറ്റ് എ കോൺട്രാക്ട് ഈസ് നോട്ട് വോയിഡബിൾ, ആ കോൺട്രാക്റ്റ് എന്താവില്ല, വോയിഡബിൾ ആവില്ല, മിയർലി ബിക്കോസ് ഇറ്റ് വാസ് കോസ്ഡ് ബൈ വൺ ഓഫ് ദി പാർട്ടീസ് ടു ഇറ്റ് ബീയിങ് അണ്ടർ എ മിസ്റ്റേക്ക് റിഗാർഡിങ് എ മാറ്റർ ഓഫ് ഫാക്ട്. ഇനി അതിനെ നമ്മൾ രണ്ടായിട്ടാണ് നമ്മൾ പറയുന്നത്. യൂണിലാട്രൽ മിസ്റ്റേക്ക് ഈസ് എ ഫണ്ടമെൻ്റൽ ആൻഡ് അഫക്ട് ദി ക്യാരക്ടർ ഓഫ് ദി കോൺട്രാക്ട്. അപ്പോൾ ഫണ്ടമെൻ്റലാണ്, അടിസ്ഥാനപരമായ ഒന്നാണ്, അത് കോൺട്രാക്റ്റിനെ അഫക്ട് ദി ക്യാരക്ടർ ഓഫ് ദി കോൺട്രാക്റ്റ്. അപ്പോൾ ദി ഇന്നസെൻറ്റ് പാർട്ടി ഈസ് ഫ്രീഡ് ഫ്രം ലാബിലിറ്റി. ഇന്നസെൻറ്റ് പറഞ്ഞാൽ ആര്, ഇതിപ്പോൾ തെറ്റ് ചെയ്യാത്ത രണ്ട് പാർട്ടീസ് ഉണ്ടാവും. അപ്പോൾ എയും ബിയും തമ്മിലാണ് കോൺട്രാക്റ്റ് വെച്ചെങ്കിൽ എക്കാണ് അവിടെ ഇഗ്നറൻസ് വന്നു വെച്ചെങ്കിൽ അതിന് ഉത്തരവാദി എ മാത്രമാണ്, ബിക്ക് അറിയില്ല, ബി ഇന്നസെൻ്റ് ആണ്, ബി ഒന്നും അറിയാണ്ടെയാണ് തെറ്റിൽ ചെന്ന് പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നസെൻറ്റ് പാർട്ടി ആരോ ആണോ വെച്ചെങ്കിൽ അയാളെ ഫ്രീ ഫ്രം ലാബിലിറ്റി, ബാധ്യതയിൽ നിന്ന് അയാളെ എന്താക്കുന്നു, ഫ്രീ ആക്കുന്നു. In the following cases, even though the mistake is unilateral, the agreement would be void. ഏതൊക്കെ കേസിലാണ് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് വോയിഡബിൾ ആണ് എന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ താഴെ പറയുന്ന കേസുകളിൽ ഇൻ ദ ഫോളോയിങ് കേസസ്, താഴെ പറയുന്ന കേസിൽ ഈവൺ ദോ ദ മിസ്റ്റേക്ക് ഈസ് യൂണിലാട്രൽ ആണെങ്കിലും ദി എഗ്രിമെൻറ്റ് വുഡ് ബി വോയിഡ് ആണ്. മിസ്റ്റേക്ക് ആസ് ടു ദ ഐഡൻറ്റിറ്റി ഓഫ് ദ പേഴ്സൺ, ഐഡൻറ്റിറ്റിയിൽ അല്ലേ, ആരായിട്ടാണോ നമ്മൾ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റിയിൽ ഉണ്ടാവുന്ന തെറ്റ് അല്ലേ,
mistake as to the identity of the person contracted with. A mistake as to identity of a person contracted may avoid a contract. ഐഡൻറ്റിറ്റിയിൽ ഇപ്പോൾ നമ്മൾ രണ്ട് പാർട്ടി എയും ബിയും ഉണ്ടാവുക, ബിക്ക് പകരം സി ആയിട്ടാണ് വരുന്നത് വെച്ചെങ്കിൽ അത് നമുക്ക് ഐഡൻറ്റിറ്റിയിൽ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടു അവോയ്ഡ് ദി കോൺട്രാക്റ്റ്. നെക്സ്റ്റ് വൺ, മിസ്റ്റേക്ക് ആസ് ടു ദി നേച്ചർ ഓഫ് കോൺട്രാക്ട്. നേച്ചർ എന്ന് പറഞ്ഞാൽ സ്വഭാവം അല്ലേ, കോൺട്രാക്റ്റിൻ്റെ നേച്ചറിനനുസരിച്ചിട്ട് അല്ലേ. ഇഫ് എ പാർട്ടി ടു എൻ എഗ്രിമെൻറ്റ് വിത്തൗട്ട് എനി ഫോൾട്ട് ഓഫ് ഹിസ് ഓൺ മേക്സ് എ മിസ്റ്റേക്ക് എബൌട്ട് ദി വെരി നേച്ചറിന് അയാളുടെ തെറ്റ് കൊണ്ടല്ല മിസ്റ്റേക്ക് സംഭവിച്ചത്, അതിൻ്റെ നേച്ചർ സ്വഭാവം കൊണ്ടാണ്, ആ കോൺട്രാക്റ്റിൻ്റെ സ്വഭാവം കൊണ്ടാണ് ഇവിടെ തെറ്റുകൾ സംഭവിച്ചത് അല്ലേ. ക്യാരക്ടർ ഓർ ക്ലാസ് ഓഫ് കോൺട്രാക്ട്, ദ കോൺട്രാക്ട് ഷാൾ ബി വോയിഡ്. അങ്ങനത്തെ അപ്പം നമ്മൾ പറഞ്ഞു ഈ എന്താ പറയുക യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്ക് മാത്രം വരുന്ന തെറ്റാണ് അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് വോയിഡബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി രണ്ട് കേസിൽ മാത്രം അത് വോയിഡാണ്. ഏതൊക്കെ കേസിലാണ് അത് വോയിഡായിട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. മിസ്റ്റേക്ക് ആസ് ടു ദി ഐഡൻറ്റിറ്റി ഓഫ് ദ പേഴ്സൺ കോൺട്രാക്റ്റഡ് വിത്ത് എന്നുള്ളതും മിസ്റ്റേക്ക് ആസ് ടു ദി നേച്ചറിനനുസരിച്ച് കോൺട്രാക്റ്റിൻ്റെ നേച്ചറിനനുസരിച്ചിട്ടും അത് വോയിഡാണെന്ന് നമുക്ക് പറയാം. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പോൾ ഫ്രീ കൺസെൻറ്റ് എന്നുള്ള ചാപ്റ്ററാണ് ഇപ്പോൾ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ഫ്രീ കൺസെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ജനറലായിട്ട് ഇപ്പോൾ ഏതൊക്കെ പഠിച്ചു, ഏതൊക്കെ കാര്യങ്ങളാണ് അപ്പോൾ ഫ്രീ കൺസെൻറ്റ് എന്നുള്ളതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ പഠിച്ചു അല്ലേ. അപ്പോൾ കൺസെൻറ്റ് നമുക്ക് എങ്ങനെയാണ് കിട്ടേണ്ടത്? ഫ്രീ ആയിട്ട് കിട്ടണം അല്ലേ. മറ്റുള്ള ആളുടെ കയ്യിൽ നിന്ന് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത്, കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സമയത്ത് മറ്റൊരു പാർട്ടിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കൺസെൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടണം എന്നുള്ളതാണ് ഫ്രീ കൺസെൻറ്റിൽ പറയുന്നത് അല്ലേ. അപ്പോൾ കൊയേഷൻ പാടില്ല. അപ്പോൾ അതിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ് വെച്ചെങ്കിൽ അതാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേയിരുന്നത് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾക്ക് പാടാത്തത്? കൺസെൻറ്റ് ഈസ് സെറ്റ് ടു ബി ഫ്രീ വെൻ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എങ്ങനെയൊക്കെയാണ്? കൊയേഷൻ. അപ്പോൾ കൊയേഷനെ പറ്റി നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വൺ, അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെയാണ് സമ്മതം കിട്ടിയത് വെച്ചെങ്കിൽ അതിനെപ്പറ്റി പഠിച്ചു. പിന്നെ ഫ്രോഡ്, നമ്മൾ തെറ്റ് കബളിപ്പിക്കുക അല്ലേ. പിന്നെ മിസ്റെപ്രസെൻറ്റേഷൻ നടത്തി, പിന്നെ മിസ്റ്റേക്ക്. ഇങ്ങനെ 5 എണ്ണമാണ് അപ്പം നമ്മൾ പഠിച്ചത്. അപ്പം നമുക്ക് ഒരാളുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ എത്തിച്ചേരുമ്പോൾ എങ്ങനെ വേണം കോൺട്രാക്റ്റിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്തിച്ചേരാൻ? ഫ്രീ കൺസെൻറ്റോട് കൂടിയിട്ട് വേണം നമ്മൾ എത്തിച്ചേരാൻ. ഫ്രീ കൺസെൻറ്റോടെ കൂടിയിട്ടല്ല നമ്മൾ എത്തിച്ചേരുന്നത് വെച്ചെങ്കിൽ കൊയേഷനിലൂടെയോ അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെയോ ഫ്രോഡിലൂടെയോ മിസ്റെപ്രസെൻറ്റേഷനിലൂടെയോ മിസ്റ്റേക്കുകളിലൂടെയൊക്കെയാണ് എത്തുന്നത് വെച്ചെങ്കിൽ അത് വോയിഡായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ സംശയം വരികയാണെങ്കിൽ ചോദിക്കാം. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. ശ്രദ്ധിക്കുക കേട്ടോ. ലാബിലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ. ഇനി നമ്മൾ പറയുന്നത് ലാബിലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ എന്നുള്ളതാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് കേട്ടോ. നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിലിപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് നമ്മളൊരു കോൺട്രാക്റ്റ് ലാബിലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ എന്ന് പറയുന്നതിൽ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ജനറലായിട്ട് പറയുന്നത് വെച്ചെങ്കിൽ എന്തൊക്കെയാണ് പറയുന്നത് വെച്ചെങ്കിൽ ഒരു വാലിഡ് കോൺട്രാക്റ്റാണ് നമ്മൾ ഫോം ചെയ്യുന്നത് അല്ലേ. ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ രൂപീകരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു വാലിഡ് കോൺട്രാക്റ്റാണ് നമ്മൾ ഫോർമേഷൻ നടത്തുന്നതെങ്കിൽ അതെങ്ങനെയായിരിക്കണം? ലോഫുൾ ആയിരിക്കണം. ലോഫുൾ ആയാൽ മാത്രമേ അത് വാലിഡ് ആവുകയുള്ളൂ. അപ്പോൾ സെക്ഷൻ 10 ഓഫ് ദി കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം പറയുന്നുണ്ട് ലോഫുൾ കൺസിഡറേഷൻ അല്ലേ. അപ്പോൾ എന്താണോ നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? പ്രതിഫലം കിട്ടണം അല്ലേ. അത് ഉദ്ദേശിച്ചിട്ടാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ലോഫുൾ കൺസിഡറേഷനും കിട്ടുക, ലോഫുൾ ഒബ്ജക്റ്റും ആവുക അല്ലേ. അങ്ങനെയാവണം. അപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ലോഫുൾ കൺസിഡറേഷനും ലോഫുൾ ഒബ്ജക്റ്റും ശരിയായ തരത്തിൽ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ ലോ എന്ത് ചെയ്യുന്നു? ഫോർബിഡൻ ബൈ ലോ അത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതാണ് പറയുന്നത്. അങ്ങനത്തെ അല്ലെങ്കിൽ അത് ഫ്രോഡുലൻ്റ് ആയിരിക്കും, അതിന് വല്ല മിസ്റ്റേക്കും വന്നിട്ടുണ്ടായിരിക്കും, ഇമ്മോറലായിരിക്കും, ഒപ്പോസ് ടു പബ്ലിക് പോളിസി ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പം നമ്മൾ എന്തൊരു കാര്യം ഏതൊരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഏതൊരു അഗ്രിമെൻറ്റ് ഫോർമേഷൻ നടത്തുമ്പോഴും അത് ലോഫുൾ ഒബ്ജക്റ്റ് ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ ലോഫുൾ ഒബ്ജക്റ്റ് ആൻഡ് ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ വാലിഡ് എന്നുള്ള കാര്യത്തിൽ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ
എന്നുള്ളതാണ് അതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചാപ്റ്റർ തുടങ്ങാം. അപ്പോൾ അതിൽ ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ. അപ്പോൾ അങ്ങനെ ലോഫുൾ അല്ലാത്ത വരുന്നത്, ലോഫുൾ ആയത് മാത്രമേ നമ്മുടെ വാലിഡ് കോൺട്രാക്റ്റ് ആവുന്നുള്ളൂ അല്ലേ. ഇനി ലോഫുൾ അല്ലാത്ത കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മളെ ഫോർബിഡൻ ബൈ ലോ നമ്മൾ ഫോർബിഡൻ ചെയ്യുന്നു അല്ലേ. പിന്നെ ഇമ്മോറൽ ആവുന്നു. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്, ഇറ്റ് ഈസ് ഒപ്പോസ് ടു പബ്ലിക് പോളിസിക്ക് എതിരായ ഒന്നാവുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, ഞാൻ വായിക്കാം, നോക്കുക. Another requirement for the formation of a valid contract is that the parties must contract for a lawful object. അപ്പം നമ്മൾ മറ്റൊരാളുമായിട്ട് കോൺട്രാക്റ്റിൽ എത്തുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലക്ഷ്യം എങ്ങനെയായിരിക്കും, ലോഫുൾ ആയിരിക്കണം. നമ്മൾ തെറ്റായ തരത്തിലൊന്നും ചെയ്യരുത്, ഒക്കെ ലോഫുൾ ആയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നർത്ഥം. അത്രയേ ഉള്ളൂ. സെക്ഷൻ 10 ഓഫ് കോൺട്രാക്ട് ആക്ട് ലേസ് ഡൗൺ ദാറ്റ് ഓൾ എഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്ട് ഇഫ് ദേ ആർ മെയ്ഡ് ഫോർ ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് വിത്ത് ലോഫുൾ ഒബ്ജക്റ്റ്. അപ്പം നമ്മൾ എന്തുണ്ടാക്കുന്നു, സെക്ഷൻ 10 ഓഫ് ദി കോൺട്രാക്ട് ആക്ട് സെക്ഷൻ 10 പ്രകാരം ലേസ് ഡൗൺ ദാറ്റ് പറയുന്നത് ഓൾ എഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്ട് ആകുമ്പോൾ ഇഫ് ദേ ആർ, എല്ലാ എഗ്രിമെൻറ്റുകളും കോൺട്രാക്റ്റുകളാണ്. ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ്സ് ആണ്. ചില എഗ്രിമെൻറ്റുകൾ എന്താവണമെന്നില്ല, കോൺട്രാക്റ്റ് ആവണമെന്നില്ല. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇഫ് ദേ ആർ മെയ്ഡ്, അവയുണ്ടാക്കിയത് എല്ലാ അഗ്രിമെൻറ്റുകളും കോൺട്രാക്റ്റുകളാവും. ഇഫ് ഓൾ എഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്റ്റ്, എല്ലാ അഗ്രിമെൻറ്റുകളും എന്താവുന്നു, കോൺട്രാക്റ്റുകളാവുന്നു. അവ എങ്ങനെ ഉണ്ടായിരിക്കണം, ദേ ആർ മെയ്ഡ് ഫോർ ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് ലോഫുൾ ഒബ്ജക്റ്റ്. അവ ഉണ്ടാക്കിയത് ലോഫുൾ ആയിരിക്കണം, നിയമപ്രകാരമാണ് അവ ഉണ്ടാക്കിയതെങ്കിൽ അതെന്തായിരിക്കും, ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് ലോഫുൾ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഓൾ എഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്റ്റ് ആയിരിക്കും എന്നുള്ളതേ അതിൽ പറയുന്നുള്ളൂ. It implies that if the consideration and object of any agreement is not lawful, അത് ലോഫുൾ അല്ല വിചാരിച്ചോളൂ, നമ്മളൊരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കിയത് ലോഫുൾ അല്ലെങ്കിൽ അതെന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. അപ്പോൾ ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് ലോഫുൾ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ലോഫുൾ ഒബ്ജക്റ്റ് ആൻഡ് ലോഫുൾ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അതിനെ നമുക്ക് വാലിഡ് എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. നോക്കാം. സെക്ഷൻ 23 ഡീൽസ് വിത്ത് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ഓഫ് കൺസിഡറേഷൻ. ലീഗാലിറ്റി എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് സെക്ഷൻ 23 പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദ സെക്ഷൻ ഓഫ് കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്റ്റ് ഓഫ് എഗ്രിമെൻറ്റ് ഈസ് അൺലോഫുൾ. ഏതൊക്കെ സമയത്താണ് അത് അൺലോഫുൾ ആവുന്നത്? അപ്പം നമ്മൾ പറഞ്ഞു ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് ലോഫുൾ ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കുന്നു, വാലിഡ് ആവുന്നു എന്ന് പറഞ്ഞു. ഇനി ഏതൊക്കെ കേസുകളിലാണ് അത് ലോഫുൾ അല്ലാതിരിക്കുന്നത് എന്ന്, അൺലോഫുൾ ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോക്ക് എതിരായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചെങ്കിൽ. പിന്നെ 2, ഇറ്റ് ഈസ് എ ഓഫ് നേച്ചർ ദാറ്റ് ഇഫ് പെർമിറ്റഡ് ഇറ്റ് വുഡ് ഡിഫീറ്റ് ദ പ്രൊവിഷൻ ഓഫ് എനി ലോ. ഡിഫീറ്റ് ചെയ്യുക, ചതിക്കുന്നു അല്ലെ, ലോയുടെ പ്രൊവിഷനെ ചതിക്കുന്ന തരത്തിലാണ് അതിൻ്റെ നേച്ചർ. നമ്മൾ ഉണ്ടാക്കിയ കോൺട്രാക്റ്റിൻ്റെ നേച്ചർ ഓഫ് ദി കോൺട്രാക്റ്റ്, നേച്ചർ എന്ന് പറയുന്നത് ഡിഫീറ്റ് ദി പ്രൊവിഷൻ ഓഫ് ലോ അല്ലേ. അപ്പം നമ്മുടെ ലോനെ ഡിഫീറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇറ്റ് ഈസ് ഫ്രോഡ്ലൻഡ്, നമ്മൾ ഉണ്ടാക്കിയത് ഫ്രോഡ്ലൻഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇറ്റ് ഇൻവോൾവ്സ് ഓർ ഇംപ്ലൈസ് ഇഞ്ചുറി ടു ദ പേഴ്സൺ പ്രോപ്പർട്ടി. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇഞ്ചുറി ടു ദ പേഴ്സൺ പ്രോപ്പർട്ടി, ഇഞ്ചുറി വരികയാണ്, പേഴ്സണ് പ്രോപ്പർട്ടിക്ക് ഒക്കെ ഇഞ്ചുറി വരികയാണെങ്കിൽ അത് ദി കോർട്ട് റിഗാർഡ്സ് ഇറ്റ് ആസ്, കോടതി വിധിക്കുകയാണ് ഇറ്റ് ഈസ് ഇമ്മോറലാണ് അല്ലെങ്കിൽ ഒപ്പോസ് ടു പബ്ലിക് പോളിസി എന്ന് കോടതി വിധിക്കുകയാണെങ്കിൽ അത്. ഇത്രയൊക്കെയാണ് നമുക്ക് അൺലോഫുൾ ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കുക അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്, അക്കോർഡിംഗ് ടു സെക്ഷൻ ദി കൺസിഡറേഷൻ ആൻഡ് ദി ഒബ്ജക്ട്സ് ഓഫ് എൻ അഗ്രിമെൻറ്റ് ഈസ് അൺലോഫുൾ. കൺസിഡറേഷനും ഒബ്ജക്റ്റും അൺലോഫുൾ ആണ് അല്ലേ. ഇൻ ദ ഫോളോയിങ് കേസസ്, താഴെ പറയുന്ന കേസിൽ കൺസിഡറേഷനും ഒബ്ജക്റ്റും അൺലോഫുൾ ആണ്. അത് ഏതൊക്കെ കേസിലാണ് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ഓഫ് നേച്ചർ ദാറ്റ് ഇഫ് പെർമിറ്റഡ് ഇറ്റ് വുഡ് ഡിഫീറ്റ് ദ പ്രൊവിഷൻ ഓഫ് എനി ലോ. നേച്ചർ എന്ന് പറഞ്ഞാൽ എന്തിനെ ഡിഫീറ്റ് ചെയ്യുന്നതാണ്, പ്രൊവിഷൻ ഓഫ് ലോനെ ഡിഫീറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത്. പിന്നെ ഇറ്റ് ഈസ് ഫ്രോഡ്ലൻഡ്, നമ്മൾ ഉണ്ടാക്കിയത് ഫ്രോഡ്ലൻഡ് ആണ് പറഞ്ഞാൽ തെറ്റായിട്ടാണ് വെച്ചെങ്കിൽ അത്. ഇറ്റ് ഇൻവോൾവ്സ് ആൻഡ് ഇംപ്ലൈസ് ഇഞ്ചുറി ടു ദ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി ഓഫ് അനദർ. ദി കോർട്ട് റിഗാർഡ് ഇറ്റ് ആസ് ഇമ്മോറൽ ആൻഡ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. ഇനി നോക്കാം അടുത്തത്, സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ദ ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ ആർ അൺലോഫുൾ. നമ്മൾ പറഞ്ഞു ലോഫുൾ ആവണം എന്നൊക്കെ പറഞ്ഞു, ലോഫുൾ കൺസിഡറേഷൻ ലോഫുൾ ഒബ്ജക്റ്റിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി ഏതൊക്കെ സർക്കംസ്റ്റാൻസസിലാണ് അണ്ടർ വിച്ച് ദ ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ അൺലോഫുൾ ആവുന്നത്, എപ്പോഴൊക്കെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ അൺലോഫുൾ ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. വാട്ട് സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ദി ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ ആർ അൺലോഫുൾ, ഏതൊക്കെ കണ്ടീഷനിലാണ് നമുക്ക് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഇറ്റ് ഈസ് ഫോർബിഡൺ ബൈ ലോ അല്ലേ, ചെയ്യാൻ പാടില്ല ഒരു കാര്യം ലോ നിയമം പറഞ്ഞിട്ടുണ്ടായിരിക്കും, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ. പിന്നെ 2, ഇഫ് ഇറ്റ് ഡിഫീറ്റ്, നമുക്കറിയാം ഇഫ് ഇറ്റ് ഡിഫീറ്റ് ചെയ്യുന്നു പ്രൊവിഷൻ ഓഫ് എനി ലോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് ഫ്രോഡുലൻ്റ് ആണ്, തെറ്റാണ്. അതിലൂടെ മറ്റുള്ളവർക്ക് ഇഞ്ചുറി ടു ദ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി, ഇഞ്ചുറി ഉണ്ടാവുകയാണ് ടു ദ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി. പിന്നെ ഇഫ് ഇറ്റ് ഈസ് ഇമ്മോറൽ ഓർ ഒപ്പോസ് ടു പബ്ലിക് പോളിസി. ഇത്രയും കാര്യങ്ങളെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ, ശ്രദ്ധിക്കാം. അപ്പോൾ സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ദ ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ അൺലോഫുൾ. ഏതൊക്കെ സർക്കംസ്റ്റാൻസിലാണ് നമ്മുടെ ഒബ്ജക്റ്റും കൺസിഡറേഷനും അൺലോഫുൾ ആണ് എന്ന് പറയുന്നത്. ദി കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റ് ഓഫ് എൻ എഗ്രിമെൻറ്റ് ആർ അൺലോഫുൾ. കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അൺലോഫുൾ ആണ് താഴെ പറയുന്ന കേസിൽ. നമുക്കറിയാം, ഞാൻ പറഞ്ഞു തന്നു, ഇഫ് ഇറ്റ് ഈസ് ഫോർബിഡൺ ബൈ ലോ. ഇഫ് ദ ഒബ്ജക്റ്റ് ഓർ കൺസിഡറേഷൻ ഓഫ് എൻ എഗ്രിമെൻറ്റ് ഈസ് ദ ഡൂയിങ് ഓഫ് എൻ ആക്ട് നിയമം ഫോർബിഡൺ ചെയ്യുക, തടഞ്ഞു വയ്ക്കുക, നിയമം ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ എഗ്രിമെൻ്റ് എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ, നിങ്ങൾ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. എക്സ്പ്ലനേഷനൊക്കെ തന്നെ എഴുതാവുന്നതേ ഉള്ളൂ, ബുദ്ധിമുട്ടില്ല. അപ്പം നിയമം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്നു അല്ലേ, അപ്പോൾ അഗ്രിമെൻറ്റ് വോയിഡ് ആവുന്നു. An act is forbidden by law when it is punishable by the criminal law of the country and when it is prohibited by special regulations made by competent authority under power derived from legislature. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് പറയുന്നത്, an act forbidden by law, നമ്മൾ forbidden by law ഉള്ള കാര്യം ചെയ്യാൻ പാടില്ലാത്ത കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ when it is punishable by the criminal law of the country, punishment, നമുക്ക് അതിനുള്ള പണിഷ്മെൻറ്റ് കിട്ടുന്നു. or when it is prohibited by, prohibit ചെയ്യുക, തടയുക, by special legislation, പ്രത്യേക നിയമം ഉണ്ടാക്കിയിട്ട് അതിൽ പ്രൊഹിബിറ്റ് ചെയ്തത് regulations, നിയന്ത്രണങ്ങൾ, made by a competent authority under power derived from legislature. ഉദാഹരണം വേണമെന്നുണ്ടെങ്കിൽ പറയാം. എ പറയുകയാണെങ്കിൽ ബിയോട് ഒരു ജോലി മേടിച്ചാൽ ഗവൺമെൻറ് സർവീസിൽ ഒരു ജോലി മേടിച്ചു കൊടുക്കാം എന്ന് പറയണം, 50,000 രൂപ കൈക്കൂലി തരണം എന്ന് പറഞ്ഞു. എ പ്രോമിസ്ഡ് B to give a job in government service to give rupees 15,000, 50,000 രൂപ കൈക്കൂലിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് സർവീസിൽ ജോലി മേടിച്ചു തരാം എന്ന് എ ബിയോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറ്റില്ല, ദി എഗ്രിമെൻറ്റ് ഈസ് വോയിഡ് ബിക്കോസ് അത് ഫോർബിഡൺ ബൈ ലോ ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഇഫ് ഇറ്റ് ഡിഫീറ്റ് ദ പ്രൊവിഷൻ ഓഫ് എനി ലോ. ഇറ്റ് ഡിഫീറ്റ് ചെയ്യുക അല്ലേ, ചതിക്കുക, പ്രൊവിഷൻ ഓഫ് ലോനെ നമ്മൾ ഡിഫീറ്റ് ചെയ്യുന്നു അല്ലേ. ലോ ഹിയർ മീൻസ് റിട്ടേൺ ഓർ അൺറിട്ടേൺ ലോ ഇൻക്ലൂഡ് ദ 3 തിങ്സ്. ലോ, നിയമം എന്ന് പറഞ്ഞാൽ 3 തരത്തിലാണ് വരുന്നത്, 2 തരത്തിലാണ്, റിട്ടേണും അൺറിട്ടേണും ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കുക, 3 തിങ്സ്, അതിൽ 3 കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, ദ പ്രൊവിഷൻ ഓഫ് എനി ലെജിസ്ലേച്ചർ എനാക്ട്മെൻറ്റ്, ദാറ്റ് ഈസ് ദി ആക്ട് പാസ്ഡ് ബൈ. പ്രൊവിഷൻ ഓഫ് എനി ലെജിസ്ലേച്ചർ എനാക്ട്മെൻറ്റ്, എന്തൊക്കെ പ്രൊവിഷൻസ് ആണ്, എന്തൊക്കെ നിയമങ്ങളാണ് കൊണ്ടുവരാനുള്ളത് എന്നുള്ളത് ദി ആക്ട് പാസ്ഡ് ബൈ, ദി പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുണ്ടായിരിക്കും അല്ലേ. ദ റൂൾസ് ഓഫ് ഹിന്ദു ആൻഡ് മുഹമ്മദിയൻ ലോസ് എന്തൊക്കെയാണ് വെച്ചെങ്കിൽ അത് അതർ റൂൾസ് ഓഫ് ലോ ഇൻഫോഴ്സ് ഇൻ ഇന്ത്യ സച്ച് ആസ് സിവിൽ പ്രൊസീജിയർ കോഡ് 1908 എക്സെട്ര. If the object or consideration of an agreement is of such nature that if it is permitted, it would defeat the provision of law, though such object or consideration is not directly forbidden by law, the agreement is void. ഇപ്പം നമ്മൾ പറഞ്ഞു, ലോ ഹിയർ മീൻസ് റിട്ടേൺ ഓർ അൺറിട്ടേൺ ലോ ഇൻക്ലൂഡ്സ് 3 കാര്യങ്ങൾ. പ്രൊവിഷൻ ഓഫ് എനി ലെജിസ്ലേച്ചർ എനാക്ട്മെൻറ്റ്, പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങൾ. പിന്നെ റൂൾസ് ഓഫ് ഹിന്ദുസിൻ്റെയും മുസ്ലിം മുഹമ്മദിയൻ ലോസ് എന്തൊക്കെയാ വെച്ചെങ്കിൽ അത്. അതർ റൂൾസ് ഓഫ് ലോ എൻഫോഴ്സ് ഇൻ ഇന്ത്യ, അടുത്ത എന്തൊക്കെ നിയമങ്ങളാണ്, സിവിൽ പ്രൊസീജിയർ 1908 എന്തൊക്കെ നിയമങ്ങളാണോ പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ ഒബ്ജക്റ്റ്, ഇഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ, ഈ 3 കേസിൻ്റെയും ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്, ഓഫ് എൻ എഗ്രിമെൻറ്റിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്, ഇഫ് പെർമിറ്റഡ് ഇറ്റ് വുഡ് ഡിഫീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ നമ്മൾ 3 കാര്യങ്ങൾ മുകളിൽ പറഞ്ഞു അല്ലേ, അതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡിഫീറ്റ് ദ പ്രൊവിഷൻ ഓഫ് ലോ, ലോയുടെ പ്രൊവിഷനെ ഡിഫീറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ, ദോ സച്ച് ഒബ്ജക്റ്റ് ഓർ കൺസിഡറേഷൻ ഈസ് നോട്ട് ഡയറക്ട്ലി ഫോർബിഡൺ ബൈ ലോ, നേരിട്ട് തന്നെ ഫോർബിഡൺ ചെയ്യുന്നില്ല, പക്ഷേ അഗ്രിമെൻറ്റ് വോയിഡ് ആണ്. അപ്പോൾ എന്താണ് ഇഫ് ഇറ്റ് ഡിഫീറ്റ് ദ നമ്മൾ പറഞ്ഞു 3 കാര്യങ്ങൾ പറഞ്ഞു. ലോ ഹിയർ മീൻസ് റിട്ടേൺ ഓർ അൺറിട്ടേൺ, 3 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അതിൻ്റെ ഒബ്ജക്റ്റും കൺസിഡറേഷനും നമ്മുടെ ലോക്ക് എതിരാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇത് പ്രൊഹിബിറ്റ് ചെയ്യുന്നില്ല, പക്ഷേ എന്നാലും അത് പ്രകാരം നമ്മൾ ഉണ്ടാക്കുന്ന എഗ്രിമെൻറ്റ് വോയിഡ് ആയിരിക്കും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ലോ ഹിയർ മീൻസ് റിട്ടേൺ ഓൺ അൺറിട്ടേൺ ലോ ഇൻക്ലൂഡ് ദ 3 തിങ്സ്. പ്രൊവിഷൻ, ലെജിസ്ലേച്ചർ എനാക്ട്മെൻറ്റ് പാസ്ഡ് ബൈ പാർലമെൻറ്റ് ഉണ്ടാക്കിയ ലെജിസ്ലേച്ചർ,
പിന്നെ നമ്മൾ എന്താ പറയുന്നത് ഹിന്ദു ഓർ നമ്മുടെ മുഹമ്മദിയൻ ലോസ് എന്തൊക്കെയാ വെച്ചെങ്കിൽ അത് അതർ റൂൾസ് പാസ്ഡ് ഇൻ സിവിൽ പ്രൊസീജിയർ 1908 പ്രകാരം കുറേ നിയമങ്ങൾ നമ്മൾ പാസ്സാക്കി. അതിൻ്റെ ഒബ്ജക്റ്റും കൺസിഡറേഷൻ ഓഫ് എൻ എഗ്രിമെൻറ്റ് ഈസ് ഓഫ് സച്ച് നേച്ചർ ദാറ്റ് ഇറ്റ് ഈസ് പെർമിറ്റഡ് ഇറ്റ് വുഡ് ഡിഫീറ്റ് ദ പ്രൊവിഷൻ ഓഫ് ലോ. അല്ലേ, ഡിഫീറ്റ് ചെയ്യുകയാണെങ്കിൽ ദോ സച്ച് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ ഈസ് നോട്ട് ഡയറക്ട്ലി ഫോർബിഡൻ ബൈ ലോ. അത് ഡയറക്റ്റായിട്ട് ഫോർബിഡൻ ചെയ്യുന്നില്ല, പക്ഷേ ദ എഗ്രിമെൻറ്റ് ഈസ് വോയിഡ്. ആ എഗ്രിമെൻറ്റ് വോയിഡ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഇഫ് ഇറ്റ് ഈസ് ഫ്രോഡ്ലൻറ്റ്. എൻ എഗ്രിമെൻറ്റ് മെയ്ഡ് ഫോർ എ ഫ്രോഡ്ലൻറ്റ് പർപ്പസ്. ഫ്രോഡ്ലൻറ്റ് പറഞ്ഞാൽ തെറ്റായ പർപ്പസ്, ശരിയായ പർപ്പസ് ഉദ്ദേശമല്ല നമ്മുടെ മുന്നേ, തെറ്റായ ഉദ്ദേശമാണുള്ളതെങ്കിൽ അത് വോയിഡ് ആയിരിക്കും. നോക്കൂ, വെൻ ദി പാർട്ടീസ് എഗ്രി ടു ഇമ്പോസ് ഫ്രോഡ് ഓർ ഓൺ എ തേർഡ് പാർട്ടി ദർ അഗ്രിമെൻറ്റ് ഈസ്, മൂന്നാമതൊരു വ്യക്തിയുടെ മുകളിൽ ഫ്രോഡ് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അൺലോഫുൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഇഫ് ഇറ്റ് ഇൻവോൾവ്സ് ഇംപ്ലൈസ്, നമ്മൾ പറഞ്ഞു ഇഞ്ചുറി ടു പേഴ്സൺ ഓർ പ്രോപ്പർട്ടി അല്ലേ, ഇഞ്ചുറി ടു ദ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി ഓഫ് അനദർ. നോക്കുക, ദ ഒബ്ജക്റ്റ് ഓർ കൺസിഡറേഷൻ ഓഫ് എൻ അഗ്രിമെൻറ്റ് വിൽ ബി അൺലോഫുൾ ഇഫ് ഇറ്റ് ടെൻഡ് ടു ഇൻജുർ. ഇതിലൂടെ ടെൻറ്റ് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക, എന്താ ചെയ്യുന്നത്, ഇൻജുറി ടു ദ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി ഓഫ് അനദർ. നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ട്, നമ്മളൊരു അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ മൂന്നാമതൊരു വ്യക്തിക്ക് ഇൻജുറി അല്ലെങ്കിൽ ഇഞ്ചുറി ടു ദ പേഴ്സൺ ഓർ പ്രോപ്പർട്ടിയാണ് വരുന്നത് വെച്ചെങ്കിൽ അതെന്തായിരിക്കും, ഇഞ്ചുറി ടു ദ പ്രോപ്പർട്ടി ആൻഡ് ദ ഒബ്ജക്റ്റ് ഓഫ് കൺസിഡറേഷൻ അഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് അൺലോഫുൾ ആയിരിക്കും. എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പേഴ്സൺ ടു ഇൻജുർ ദ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി ദി അഗ്രിമെൻറ്റ് അനദർ ഈസ് അൺലോഫുൾ ആയിരിക്കും. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുകയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തോടു കൂടി വേണമെങ്കിൽ മനസ്സിലാക്കാൻ നോക്കിക്കോളൂ. എ ഗീവ് എ പ്രോമിസ് ഓഫ് ബീയിങ് 50,000 ടു ബി, 50,000 രൂപ ബിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. എഡിറ്റർ ഓഫ് എ ന്യൂസ് പേപ്പർ ഫോർ പബ്ലിഷിംഗ് ഡിഫാമൻറ്ററി ആർട്ടിക്കിൾ എഗൻസ്റ്റ് സി. സീനെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു ആർട്ടിക്കിൾ പേപ്പറിൽ പബ്ലിഷ് ചെയ്യുന്നതിനാണ് ഈ 50,000 രൂപ കൊടുക്കുന്നത് കേട്ടോ. ഡിഫാമാൻറ്ററി പറഞ്ഞാൽ അപകീർത്തിപ്പെടുത്തുക. സീനെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു ആർട്ടിക്കിൾ പേപ്പറിൽ പബ്ലിഷ് ചെയ്യുന്നതിനാണ് 50,000 രൂപ കൊടുക്കുന്നത്. ദ എഗ്രിമെൻറ്റ് ഈസ് വോയിഡ്. വോയിഡ് ആണ്, കാരണം സിക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് വോയിഡ്. നെക്സ്റ്റ് വൺ, ഇഫ് ഇറ്റ് ഈസ് ഇമ്മോറൽ ആവാം. വെൻ ദി കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റ് ഓഫ് എൻ എഗ്രിമെൻറ്റ് ഈസ് സച്ച് ദാറ്റ് ദ കോർട്ട് റിഗാർഡ് ഇറ്റ് ആസ് ഇമ്മോറൽ, ഇമ്മോറൽ ആണെന്ന് കോടതി വിധിക്കുന്നു, ദാറ്റ് കൺസിഡറേഷൻ, അങ്ങനത്തെ കൺസിഡറേഷൻ വോയിഡ് ആയിരിക്കും. ദോ ലോ ഡസ് നോട്ട് ഫോളോ ദി എഗ്രിമെൻറ്റ് tainted പറഞ്ഞാൽ കളങ്കപ്പെടുത്തുക, വിത്ത് ഇമ്മോറാലിറ്റി ഹാസ് ടു ബി എൻഫോഴ്സ്ഡ്. ഇമ്മോറൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റാൻഡേർഡ് ഓഫ് മൊറാലിറ്റി പ്രിവൈലിംഗ് അറ്റ് എ പർട്ടിക്കുലർ ടൈം ആൻഡ് അപ്രൂവ്ഡ് ബൈ ദി കോർട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇമ്മോറാലിറ്റിയെ ബാധിക്കുന്ന ഇമ്മോറലാണ് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും, വോയിഡ് ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, ഇഫ് ഇറ്റ് ഈസ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. ഇതെന്തായിരിക്കുക, പബ്ലിക് പോളിസിക്ക് ഇഫ് ദ കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റ് ഓഫ് എൻ എഗ്രിമെൻറ്റ് ഈസ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. നമ്മുടെ പോളിസിയിലെ പോളിസി പറഞ്ഞ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനെതിരായിട്ടാണ് വരുന്നത് വെച്ചെങ്കിൽ ഇൻ ദ ഐസ് ഓഫ് കോർട്ട്, കോടതിയുടെ കണ്ണിൽ അത് ഒപ്പോസ് ടു പബ്ലിക് പോളിസി ആയിട്ടാണ് തോന്നുകയാണെങ്കിൽ ദി എഗ്രിമെൻറ്റ് ഈസ് വോയിഡ്, ആ എഗ്രിമെൻറ്റ് വോയിഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, 6 പോയിന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കുക, ഒന്നുകൂടി പോയിന്റ്സ് ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ഓർ കൺസിഡറേഷൻ അല്ലേ. അപ്പോൾ എന്താ നമ്മൾ പറയുന്നത് വെച്ചെങ്കിൽ നമ്മളൊരു ഒരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചെങ്കിൽ ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, ലോഫുൾ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ അത് വാലിഡ് ആയിരിക്കുകയുള്ളൂ. അങ്ങനെ ലോഫുൾ അല്ലാതെയാണ് നമ്മൾ കൺസിഡറേഷനും ഒബ്ജക്റ്റും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അതെന്തായിരിക്കും, അൺലോഫുൾ ആയിരിക്കും, അത് വോയിഡ് ആയിരിക്കും. ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഏതൊക്കെ സമയത്താണ് അത് അൺലോഫുൾ ആവുന്നത് എന്നുള്ളതാണ് ഇപ്പം നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലേ. ഏതൊക്കെ സമയത്ത്, സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ദ ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ ആർ അൺലോഫുൾ. ഏതൊക്കെ സർക്കംസ്റ്റാൻസസിലാണ് അത് അൺലോഫുൾ ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ, ഇറ്റ് ഡിഫീറ്റ് ദ പ്രൊവിഷൻ ഓഫ് എനി ലോ, if it is fraudulent, it involves the injury to the person or property, it is immoral, പിന്നെ ലാസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി കേട്ടോ. അത് വായിച്ച് നോക്കുക, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് എടുക്കാനുള്ളത് അഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി എന്നുള്ളൊരു ടോപ്പിക്കാണ് അടുത്ത് പറയാനുള്ളത് അല്ലേ. ഏതൊക്കെ അഗ്രിമെൻറ്റുകളാണ് ഒപ്പോസ് പറഞ്ഞാൽ എതിർക്കുക, പബ്ലിക് പോളിസിയെ എതിർക്കുന്ന അഗ്രിമെൻറ്റ് ഏതൊക്കെയാണ്? അഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി, നമുക്കത് ഏതൊക്കെയാണ് അഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി എന്നുള്ളത് പറയാനുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ.
An agreement is unlawful if the court regard it is an opposed to public policy. അൺലോഫുൾ ആണ്. അപ്പം നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ തുടക്കം മുതലേ ഫസ്റ്റ് ക്ലാസ് മുതലേ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബിസിനസ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് റെഗുലേറ്റ് ചെയ്യുക, നിയന്ത്രിക്കുക അല്ലേ. നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ബിസിനസ് റെഗുലേഷൻ്റെ പ്രധാന ഉദ്ദേശം. അതിനുവേണ്ടി നമ്മൾ കുറേ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങളെ പറ്റിയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ നമ്മൾ പറയുന്നത് വെച്ചെങ്കിൽ അഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ പബ്ലിക് പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് അഗ്രിമെൻറ്റ് ഈസ് അൺലോഫുൾ ആവുന്നു ഇഫ് ദ കോർട്ട് റിഗാർഡ് ഇറ്റ് ഈസ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. The term public policy in the broadest sense means that sometime the court will, on consideration of public interest, refuse to enforce a contract. റെഫ്യൂസ് ചെയ്യാൻ നിരസിക്കുന്നു, ഒരു കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി നിരസിക്കുന്നു. ദ ടേം പബ്ലിക് പോളിസി ഇൻ എ ബ്രോഡ് സെൻസ് മീൻസ് എന്താ ദാറ്റ് സം ടൈം ഒരു കോടതി എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഓൺ കൺസിഡറേഷൻ പബ്ലിക് ഇൻട്രസ്റ്റ് റെഫ്യൂസ് ടു ഒരു കോൺട്രാക്റ്റ് നമ്മൾ ഉണ്ടാക്കിയില്ലേ, ആ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി കോടതി റെഫ്യൂസ് ചെയ്യുന്നു, കോടതി നിരസിക്കുകയാണ് ചെയ്യുന്നത്. ആൻ എഗ്രിമെൻറ്റ് വിച്ച് ടെൻ ടു പ്രൊമോട്ട് കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അഴിമതികളും. ആൻ എഗ്രിമെൻറ്റ് മസ്റ്റ് ടെൻ ടു പ്രൊമോട്ട് അതിൽ കൂടുതലായിട്ടും കറപ്ഷൻസും ഇൻജസ്റ്റിസ് ആണ് അല്ലേ. ജസ്റ്റിസ് നിയമപ്രകാരം നീതിപ്രകാരമല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, ഇൻജസ്റ്റിസ്. ആൻഡ് ഈസ് എഗെൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി പബ്ലിക്, നമ്മുടെ പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റിനെതിരുമാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കൺസിഡേർഡ് ടു എ ഒപ്പോസ് ടു പബ്ലിക് പോളിസി. അതിനെയാണ് നമ്മൾ ഒപ്പോസ് ടു പബ്ലിക് പോളിസി എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ, അതുവരെ മാർക്ക് ചെയ്യുക കേട്ടോ. അഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി എന്തൊക്കെയാണ് പറയുന്നത്? An agreement is unlawful if the court regard it is opposed to public policy. The term public policy in its broadest sense means sometime the court will, on consideration of public interest, refuse ചെയ്യുന്നു, നിരസിക്കുന്നു അല്ലേ, എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനി അഗ്രിമെൻറ്റ് വിച്ച് ടെൻ ടു പ്രൊമോട്ട് കറപ്ഷൻ, അഴിമതികൾ ഉണ്ടാവുന്നു, ഇൻജസ്റ്റിസ് ഉണ്ടാവുന്നു. ആൻഡ് എഗെൻസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇൻട്രസ്റ്റ് ഓഫ് ദി പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റിന് എതിരായിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. ഈസ് കൺസിഡേർഡ് ടു ആൻ ഒപ്പോസ് ടു പബ്ലിക് പോളിസി. അങ്ങനത്തെ തന്നെയാണ് നമ്മളെന്ത് പറയുന്നത്, ഒപ്പോസ് ടു പബ്ലിക് പോളിസി എന്നുള്ളതിൽ പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. The Court of India have declared the following agreement as opposed to public policy. താഴെ പറയുന്നവയൊക്കെയാണ് opposed to public policy ആയിട്ട് പറയുന്നത്. പോളിസി ഹെൻസ് അൺഎൻഫോഴ്സബിൾ ആൻഡ് വോയിഡ് ഓൺ ഗ്രൗണ്ട് ടു ഒപ്പോസ് ടു പബ്ലിക്. ഇത് അൺഎൻഫോഴ്സബിൾ ആണ്, അത് വോയിഡുമാണ് കേട്ടോ. ഒന്ന്, അഗ്രിമെൻറ്റ് ഫോർ ട്രേഡിംഗ് വിത്ത് എനിമീസുമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന എഗ്രിമെൻറ്റുകൾ. നമ്മൾ കഴിഞ്ഞ ഏതൊരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതൊക്കെ അഗ്രിമെൻറ്റ് ഫോർ ട്രേഡിംഗ് വിത്ത് എനിമി. പിന്നെ അഗ്രിമെൻറ്റ് ടു കമ്മിറ്റ് എ ക്രൈം ഓർ ടു ഇൻഡിമിനിഫൈ എ പേഴ്സൺ ഫോർ ഹിസ് ക്രിമിനൽ ആക്ട്. ക്രൈം ചെയ്യുക, അഗ്രിമെൻറ്റ് അങ്ങനത്തെ ആൾക്കാരുമായിട്ട്, നമ്മൾ അങ്ങനത്തെ ആൾക്കാരുമായിട്ടൊന്നും കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഗ്രിമെൻറ്റ് ഇൻ്റർഫിയറിങ് വിത്ത് കോഴ്സ് ഓഫ് ജസ്റ്റിസ്. പിന്നെ അഗ്രിമെൻറ്റ് ഫോർ സ്റ്റിഫിങ് പ്രോസിക്യൂഷൻ, കഠിനമായ അഗ്രിമെൻറ്റ് ഫോർ സ്റ്റിഫിങ് പ്രോസിക്യൂഷൻ. അഗ്രിമെൻറ്റ് ഓഫ് ചാമ്പറിറ്റി ആൻഡ് മെയിൻ്റനൻസ്. ചാമ്പറിറ്റി പറഞ്ഞാൽ ലാഭക്കൊതിയോടെ നമ്മൾ കാര്യങ്ങൾ അഗ്രിമെൻറ്റ് ഉണ്ടാക്കുക. നമ്മൾ വേറെ ഒന്നും നമ്മൾ നോക്കുന്നില്ല, നമ്മുടെ മുന്നിലെ ലാഭം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാക്കുന്നതിനെയാണ് എന്താ നമ്മൾ പറഞ്ഞ ചാമ്പറിറ്റി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ 12 പോയിൻ്റ് ഉണ്ട് കേട്ടോ. അഗ്രിമെൻറ്റ് ഇൻ റിസ്ട്രെയിൻ ഓഫ് ലീഗൽ പ്രൊസീഡിങ്. റിസ്ട്രെയിൻ ചെയ്യുക പറഞ്ഞാൽ സംയമനം ലീഗൽ പ്രൊസീഡിങ്സിന് ഇതിനനുസരിച്ചിട്ട്. അസസ് അഗ്രിമെൻറ്റ് റെസ്ട്രിക്റ്റിംഗ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് റൈറ്റൊക്കെ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുക. അഗ്രിമെൻറ്റ് കർട്ടൈലിംഗ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ. കർട്ടൈൽ ചെയ്യുന്ന വെട്ടിക്കുറയ്ക്കുക, പീരീഡ് ഓഫ് ലിമിറ്റേഷൻസ് ഒക്കെ കുറയ്ക്കുക. അഗ്രിമെൻറ്റ് സെയിൽ ഓഫ് പബ്ലിക് ഓഫീസ് ടൈറ്റിൽസ് അപ്പോയിൻമെൻറ്റ്സ്, അതൊക്കെയാണ് പറയുന്നത്. അപ്പോയിൻമെൻറ്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് പാരൻ്റൽ റൈറ്റ്സ്. അഗ്രിമെൻറ്റ് റെസ്ട്രെയിനിങ് പേഴ്സണൽ ലിബർട്ടി, അതൊന്നും ഇല്ലാണ്ടേക്കുക. അഗ്രിമെൻറ്റ് ഫോർ മാരേജ് ബ്രോക്കറേജ്. അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിനിങ് ഓഫ് മാരേജ്. അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി എന്നുള്ളതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഒപ്പോസ് ടു പബ്ലിക് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണോ പബ്ലിക് പോളിസി ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ചെങ്കിൽ അതിൽ നമ്മൾ കറപ്ഷൻസ് കൊണ്ടുവരിക, ഇൻജസ്റ്റിസ് കൊണ്ടുവരിക, എഗെൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി പബ്ലിക്. അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒപ്പോസ് ടു പബ്ലിക് പോളിസി എന്നുള്ളതിൽ പറയുന്നത് കേട്ടോ. ആദ്യത്തെ നോക്കുക, അഗ്രിമെൻറ്റ് ഫോർ ട്രേഡിംഗ് വിത്ത് എനിമി. അല്ലേ, നമ്മൾ ആരുമായിട്ടാണ് കച്ചവടം നടത്തുന്നത്, എനിമികളായിട്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ എനിമീസുമായിട്ടാണ് നമ്മൾ കച്ചവടം നടത്തുന്നത്. വിദേശ രാജ്യങ്ങളിലെ എനിമീസുമായിട്ടാണ് വെച്ചെങ്കിൽ അത്.
ഓൾ എഗ്രിമെൻറ്റ് മെയ്ഡ് വിത്ത് അലൈൻ നോക്കുക ഫോറിൻ എനിമി അൺലെസ് മെയ്ഡ് വിത്ത് എ പെർമിഷൻ ഓഫ് ദി ഗവൺമെൻറ് ആർ ഇല്ലീഗൽ ആൻഡ് ഗ്രൗണ്ട് ഓഫ് പബ്ലിക് പോളിസി. അപ്പം നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നത് ഓപ്പോസിറ്റ് പബ്ലിക് പോളിസി എന്തിനാവുന്നു, എനിമീസുമായിട്ടൊക്കെ ആയിട്ടാണ്. ഓൾ എഗ്രിമെൻറ്റ് മെയ്ഡ് വിത്തിൻ ഫോറിൻ എനിമീസുമായിട്ടാണ് നമ്മൾ കച്ചവടം നടത്തുന്നത്. അൺലെസ് മെയ്ഡ് വിത്ത് ദി പെർമിഷൻ ഇല്ലാണ്ട്, ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിലെ എനിമീസുമായിട്ടാണ് ട്രേഡിങ് നടത്തുന്നത് വെച്ചെങ്കിൽ ദാറ്റ് ഈസ് ലീഗൽ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് പബ്ലിക് പോളിസി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞത്, ഓൾ എഗ്രിമെൻറ്റ് മെയ്ഡ് വിത്ത് എ ഫോറിൻ എനിമി ആയിട്ടാണ് നമ്മൾ ട്രേഡ് നടത്തുന്നത്. എന്ത് കിട്ടിയിട്ടില്ല, അൺലെസ് മെയ്ഡ് വിത്ത് ദി പെർമിഷൻ ഓഫ് ദി ഗവൺമെൻറ്, നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ കിട്ടിയിട്ടില്ല. ആ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ കിട്ടാണ്ട് ഫോറിൻ എനിമീസുമായിട്ടാണ് നമ്മൾ കച്ചവടം നടത്തുന്നത് വെച്ചെങ്കിൽ ആർ ഇല്ലീഗൽ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് പബ്ലിക് പോളിസി. അഗ്രിമെൻറ്റ് വിച്ച് ആർ എൻറ്റേർഡ് ഇൻ ടു ബിഫോർ or the outbreak of war are either dissolved and suspended till the end of the hostilities as per the intention of the parties. അല്ലേ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ വാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തൽക്കാലം നമ്മളത് വേണ്ടാന്ന് വെക്കുകയും പിന്നീട് വാറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻഷൻ ഓഫ് ദി പാർട്ടി, ഉദ്ദേശിച്ചാൽ അതിനനുസരിച്ച് നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതാണ് എഗ്രിമെൻറ്റ് ഫോർ ട്രേഡിംഗ് വിത്ത് എനിമി എന്നുള്ളതിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, എഗ്രിമെൻറ്റ് ടു കമ്മിറ്റ് എ ക്രൈം ഓർ ടു ഇൻഡിമിനിഫൈ എ പേഴ്സൺ ഫോർ ഹിസ് ക്രിമിനൽ ആക്ട്. എന്തെങ്കിലും ക്രിമിനൽ ആക്റ്റുകൾ ചെയ്യുക അല്ലേ. വേർ ദി കൺസിഡറേഷൻ ഓഫ് എൻ എഗ്രിമെൻറ്റ് ഈസ് ടു കമ്മിറ്റ് എ ക്രൈം ചെയ്ത ഒരാളുമായിട്ട്, അത് എഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. The court will not enforce such an agreement. Likewise, an agreement to indemnify a person against consequence of his criminal act. അപ്പോൾ എന്തൊക്കെ കോൺസിക്വൻസ് ആണോ, എന്തൊക്കെ ഫലങ്ങളാണോ വരുന്നത് വെച്ചാൽ ഒപ്പോസ് ടു പബ്ലിക് പോളിസി ആണെങ്കിൽ ഹാൻസ് അതും വോയിഡ് ആയിരിക്കും. ഒരു ഉദാഹരണം നോക്കുക. എക്സ് പ്രോമിസ് ടു പേ വൈ ₹10,000 എന്തിന്, ഫോർ കൺസിഡറേഷൻ ടു ബീറ്റിംഗ് സെഡിനെ ബീറ്റ് ചെയ്യുന്നതിന് 10,000 രൂപ കൊടുക്കാം. ദി എഗ്രിമെൻറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ അല്ല, ഇറ്റ് ഈസ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. അപ്പോൾ എന്തെങ്കിലും ക്രൈമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ വെൻ ദി കൺസിഡറേഷൻ ഈസ് എൻ എഗ്രിമെൻറ്റ് is to commit a crime, the agreement opposed to public policy. The court will not enforce such an agreement, enforce ചെയ്യുന്നില്ല. Likewise, an agreement to indemnify a person against consequence of his criminal act, it is opposed to public policy, hence it is void. പിന്നെ അഗ്രിമെൻറ്റ് ഇൻ്റർഫിയറിംഗ് വിത്ത് എ കോഴ്സ് ഓഫ് ജസ്റ്റിസ്, അങ്ങനെ പറഞ്ഞാൽ എ കോൺട്രാക്റ്റ് the object of which interfere with the administration of justice is obviously opposed to public policy. അല്ലേ, ഏതിൽ അഡ്മിനിസ്ട്രേഷനിൽ അല്ലേ ഭരണകാര്യങ്ങളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അതും എതിരാണ്. ഒപ്പോസ് ടു എ കോൺട്രാക്ട്, ദി ഒബ്ജക്റ്റ് എന്താ, നമ്മുടെ ഉദ്ദേശം എന്താണ്, ആ കോൺട്രാക്ട് ഇൻ്റർഫിയർ പറഞ്ഞാൽ ഇടപെടുക എന്തിൽ, വിത്ത് ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, ഒബ്വിയസ്ലി ഒപ്പോസ് ടു പബ്ലിക് പോളിസി. അപ്പോൾ ആ 3 പോയിൻ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്, അഗ്രിമെൻറ്റ് ഫോർ ട്രേഡിംഗ് വിത്ത് എനിമി, അഗ്രിമെൻറ്റ് ടു കമ്മിറ്റ് എ ക്രൈം ഓർ ടു ഇൻഡിമിനിഫൈ എ പേഴ്സൺ ഫോർ ഹിസ് ക്രിമിനൽ ആക്ട്, അഗ്രിമെൻറ്റ് ഇൻ്റർഫിയറിംഗ് വിത്ത് കോഴ്സ് ഓഫ് ജസ്റ്റിസ്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ തുടക്കം മുതൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ ചാപ്റ്ററിൽ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ലാബിലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ ആണ് നമ്മൾ ചെയ്യാൻ